ശ്രീ പി ജെ വിൻസെന്റ്, ഇപ്പോൾ ഈ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം പാകിസ്ഥാന്റെ പല മന്ത്രിമാർ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അസാധാരണമായി തന്നെ പാതിരയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ചൊക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് ഇവർക്ക് പിന്തുണയൊന്നും ലഭിക്കാത്തത്? UN സ്വാഭാവികമായവർ പറയേണ്ടുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്, സംയമനം പാലിക്കണമെന്ന് പറയുന്നു, ഫോൺ വിളിച്ച് സംസാരിക്കുന്നു, അവരോടൊരു ഇടപെടൽ അങ്ങോട്ട് തേടിയിട്ടുണ്ട് പാകിസ്ഥാൻ എന്നതും നമ്മൾ അറിഞ്ഞ കാര്യമാണ്. അതുകൂടാതെ അമേരിക്കയും ഇപ്പോൾ ഇതേ ഭാഷയിലൊക്കെ സംസാരിക്കുന്നുണ്ട്, രണ്ടുപേരും സുഹൃത്തുക്കളാണ് എന്നൊക്കെ പിന്നീട് പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് ഞങ്ങളെ ആക്രമിക്കാൻ ഇങ്ങനെ ഒരു രാജ്യം തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യമായി ഇങ്ങനെ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ഒരു ലോകരാഷ്ട്രം പോലും ഇവർക്ക് പിന്തുണയുമായി പരസ്യമായി രംഗത്തേക്ക് എത്താത്തത്? ഒരു യുദ്ധത്തെക്കുറിച്ചാണല്ലോ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ പി ജെ വിൻസെന്റ്. അല്ല, പാകിസ്ഥാൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് ലോകത്തിന് എപ്പോഴും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലോകത്തെ വിറപ്പിച്ച ഭീകരവാദി അൽ ഖ്വയ്ദയുടെ തലവൻ അബോട്ടാബാദിൽ പാകിസ്ഥാൻ്റെ മണ്ണിലാണ് ISIയുടെയും പാക് മിലിറ്ററിയുടെയും സഹായത്തിൽ ജീവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. 2012 അബോട്ടാബാദിൽ വെച്ചാണല്ലോ ബിൻ ലാദനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ പാകിസ്ഥാനും ടെററിസവുമായിട്ടുള്ള ലിങ്ക് ഇന്ന് ലോകത്തിനെല്ലാം അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ത്യ സിവിലൈസ്ഡ് യുദ്ധമാണ് നടത്തുന്നത്, അതിൻ്റെ കാലം കഴിഞ്ഞു. കാരണം 1945 ശേഷം ഒരു കളക്റ്റീവ് സെക്യൂരിറ്റിയുടെ തലം ലോകത്തുണ്ടായിരുന്നു, കളക്റ്റീവ് മെഷർ ഫോർ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. രാജ്യങ്ങൾ പലതും ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്ക യുദ്ധത്തോടു കൂടി തന്നെ ദേശീയതയിലേക്ക് രാജ്യങ്ങൾ തിരിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളും അതിൻ്റെ കാര്യങ്ങൾ സ്വയം നോക്കണം എന്ന സ്ഥിതിയിലേക്ക് ഒരു ബാലൻസ് ഓഫ് പവർ റെഷീം ലോകത്ത് പുതിയതായി രൂപപ്പെട്ടു വരികയാണ്. അതോടൊപ്പം പാകിസ്ഥാന് വന്നിട്ടുള്ള തന്ത്രപരമായ ഒരു പെശക് അവസാനം പറയേണ്ട കാര്യം അവരാദ്യം പറഞ്ഞു എന്നുള്ളതാണ്. ലോകത്തിൽ ഇന്ന് ഒരു യുദ്ധത്തെ തടയാൻ വേണ്ടിയിട്ട് ഒരു ഏറ്റവും 100% സാധ്യതയുള്ള വിജയം വരിക്കാവുന്ന ഏക ഡെറ്ററൻ്റ് എന്താണ്? അത് ആണവായുധമാണ്. അണവായുധം പ്രയോഗിക്കും എന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ലോകരാജ്യങ്ങളും അതിനെതിരായിട്ട് രംഗത്ത് വരും. ഒരു ആണവ സംഘർഷമുണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കും. പാകിസ്ഥാൻ ഈ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് യാതൊരു റെസ്പോൺസും സൈനികമായിട്ടോ നയതന്ത്രപരമായിട്ടോ പോലും റെസ്പോൺസ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞു, ഞങ്ങൾ ഒരു ആണവ രാജ്യമാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്ന് പാകിസ്ഥാൻ പറഞ്ഞു. അതൊരു വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ലോകരാജ്യങ്ങൾ അതിനെ മുഖവിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല അഗണ്യ കോടിയിൽ തള്ളിക്കളയുകയും ചെയ്തു. ഒരുപക്ഷെ ഒരു സംഘർഷമുണ്ടാകുകയും പാകിസ്ഥാൻ പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ അണവായുധം പ്രയോഗിക്കും എന്ന് പറയുന്നതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉടൻ തന്നെ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ലോകത്തിലെ വൻശക്തികളും യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലൊക്കെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇതങ്ങനെയല്ല. തുടക്കത്തിൽ ഇന്ത്യൻ ഭാഗത്തു നിന്ന് പ്രതിരോധം, ഇന്ത്യയുടെ അറ്റാക്ക് വരുന്നതിന് മുമ്പ് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ്റെ സിവിലിയൻ നേതൃത്വവും അവിടുത്തെ സൈന്യവും വളരെ കൃത്യമായി പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ പഹൽഗാം ആക്രമണത്തിൽ തങ്ങൾക്ക് കൂടി പങ്കുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് അവരുടെ റെസ്പോൺസസ് വരുന്നത്. പണ്ടും ഞങ്ങൾ ഇത്തരം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവിടെ UK സഹായിച്ചിട്ടുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ സഹായിച്ചിട്ടുണ്ട്. ഭീകരതയെ ഞങ്ങൾ സഹായിച്ചത്, ഭീകരതയെ വളർത്തിയെടുത്തത് മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള രീതിയിലുള്ള വിമർശനവും കൂടി അവർ ഉയർത്തുകയുണ്ടായി. ഏതായാലും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉയർത്തിയിട്ടുള്ള പ്രതിരോധം ആദ്യം തകർന്നത് ഇൻഡസ് വാട്ടർ ട്രീറ്റി ആയിരുന്നു. ഈ സിവിലൈസ്ഡ് വാർ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മാത്രം ഉദ്ദേശിച്ചാൽ ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ 1998 കാർഗിൽ ഇൻകേർഷനിൽ തിരിച്ചടി കൊടുത്തു എന്ന് പറഞ്ഞു. ഒരു തിരിച്ചടിയും കൊടുത്തില്ല. 1998 എന്താ സംഭവിച്ചത്? ഇന്ത്യയുടെ LOC ലംഘിച്ച് 12 കിലോമീറ്റർ അകത്തേക്ക് വന്ന പാകിസ്ഥാൻ സൈന്യത്തെ തിരിച്ചോടിച്ചു എന്നല്ലാതെ അതിന് പകരം എന്താ ചെയ്തത്? ഇന്ത്യൻ മണ്ണിൽ കയറി വന്ന ആളെ തൂക്കിയിട്ട് നമ്മുടെ അതിർത്തിക്ക് പുറത്തേക്ക് ഇട്ടു. പക്ഷേ ഇന്ത്യൻ മണ്ണിലേക്ക് 1972 സിംല കരാർ ലംഘിച്ച് LOC ലംഘിച്ച് ഈ 12 കിലോമീറ്റർ ഉള്ളിൽ വന്ന് ഇന്ത്യയിൽ നാശനഷ്ടമുണ്ടാക്കി നമ്മുടെ മണ്ണ് പിടിച്ചെടുത്തതിന് തിരിച്ചടി അതല്ലല്ലോ. തിരിച്ചടി അതിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതല്ല. പകരം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ല. പല ഘട്ടങ്ങളിൽ എടുത്തു നോക്കിയാലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ മുഴുവൻ പാകിസ്ഥാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. പാകിസ്ഥാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന യുദ്ധത്തിൽ ടെറിട്ടോറിയൽ ഗെയിൻ ഉണ്ടായതൊക്കെ വളരെ ഉന്നതമായ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് തിരിച്ചു കൊടുത്ത് യുദ്ധം അവസാനിക്കുന്ന, സംഘർഷം അവസാനിപ്പിക്കുന്ന സാഹചര്യമല്ലേ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പം അത് തന്ത്രപരമായി ശരിയല്ല. ഏതൊക്കെ തലത്തിൽ ഇത് സിവിലൈസ്ഡ് ആണ്, അത്യുന്നതമാണ് എന്നൊക്കെ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ
തീർച്ചയായിട്ടും ഇത്തരത്തിൽ കൂടി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഈ രാജ്യം എക്കാലത്തും നിരന്തരമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അക്രമം സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ നേരത്തെ മോഹൻ വർഗീസ് സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഇത് പാകിസ്ഥാൻ മാത്രമല്ല, നേവി ഇടപെടാതെ ഇനി ഒരു സ്ട്രൈക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഇന്ത്യയുടെ സ്വാഭാവികമായ സ്വാധീന മേഖലയിൽ പാകിസ്ഥാനിലെ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഗ്വദാർ തുറമുഖം, ശ്രീലങ്കയിൽ നിന്ന് ചൈന 99 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത ഹമ്പൻടോട്ട തുറമുഖം, ജിബൂട്ടിയിൽ ചൈനയുടെ തുറമുഖം, ജിബൂട്ടി, ഹമ്പൻടോട്ട, ഗ്വദാർ ഒരു നാവിക ലൈൻ രൂപപ്പെടുത്തിയിരിക്കുന്നു ചൈന. ഇന്ത്യയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചുറ്റി വളയാൻ വേണ്ടിയിട്ടുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ നിൽക്കുന്നത്. അതോടൊപ്പം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു സംഘർഷമുണ്ടായാൽ തീർച്ചയായിട്ടും ഇന്ത്യ സമുദ്ര മേഖലയിൽ പാകിസ്ഥാനുമായി കൈകോർത്തുകൊണ്ട് തന്ത്രപരമായ മേഖലയിൽ നിലയുറപ്പിച്ച് സ്ട്രിങ് ഓഫ് പേൾസ് എന്ന പേരിൽ ഇന്ത്യയെ കണ്ടെയ്ൻ ചെയ്യാൻ നടത്തുന്ന ചൈനയുടെ ശ്രമങ്ങളെ കൂടി തകർക്കുന്ന രീതിയിൽ ആയിരിക്കും ഇന്ത്യയുടെ ഇടപെടലുണ്ടാവുക. അത് ആ മേഖലയിൽ മാത്രമല്ല, മലാക്ക സ്ട്രെയിറ്റ് വഴി ഇന്ത്യൻ ബംഗാൾ ഉൾക്കടലിലേക്ക് കടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടൽപ്പാതയാണത്. ദക്ഷിണ ചൈന സീയിലേക്ക് പോകുന്നത് മലാക്ക സ്ട്രെയിറ്റ് വഴിയാണ്. നമ്മുടെ പോർട്ട് ബ്ലെയറിൽ നിന്ന് വളരെ അടുത്താണ് ഈ പ്രദേശം. ആ മേഖലയടക്കം നിയന്ത്രണത്തിലാക്കുന്ന രൂപത്തിൽ നിർണായകമായി സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക് നാവിക മേഖലയിൽ ഇന്ത്യൻ മേധാവിത്വം ഉറപ്പിക്കുന്ന രീതിയിൽ ഇടപെടലുണ്ടാവും. അതുണ്ടാവുന്നത് ഒരുപക്ഷെ ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയുടെ നാവിക സുരക്ഷിതത്വത്തിന് അത് അനിവാര്യമാണ്. ആ രീതിയിലുള്ളൊരു നീക്കമുണ്ടാകും. അതോടൊപ്പം പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഇന്ത്യയും പാക് ഒക്കുപ്പൈഡ് കാശ്മീരും തമ്മിൽ ലൈൻ ഓഫ് കൺട്രോൾ മാത്രമേ ഉള്ളൂ. അവിടെ ഇൻ്റർനാഷണൽ ബോർഡറില്ല. ആ ഇൻ്റർനാഷണൽ ബോർഡർ ഇല്ലാത്തതുകൊണ്ട് ലൈൻ ഓഫ് കൺട്രോൾ പൂർണ്ണമായി യുദ്ധമേഖലയായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലൊരു നടപടി എടുക്കാനായിട്ട് ഇന്ത്യക്ക് ഒരു അന്താരാഷ്ട്ര രാജ്യങ്ങളുടെയോ മറ്റേതെങ്കിലും കരാർ ലംഘനത്തിൻ്റെയോ ഒന്നും പശ്ചാത്തലമില്ല. കാരണം വെടിനിർത്തൽ കരാറിൽ സിംല കരാറിൽ നിന്ന് ഏകപക്ഷീയമായി അവർ പിൻവാങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് അത്തരം നടപടികൾക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു പ്രയാസവുമില്ല. ഒരു പക്ഷേ ഇൻ്റർനാഷണൽ ബോർഡർ നിലനിൽക്കുന്ന പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് മേഖലയിൽ ഒരു പക്ഷേ യുദ്ധമുണ്ടാവണമെന്നില്ല. പക്ഷേ ലൈൻ ഓഫ് കൺട്രോൾ പൂർണ്ണമായിട്ട് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാകും. നിരന്തരമായി ലൈൻ ഓഫ് ഫയറായി അതിനെ നിലനിർത്തുകയാണ് പാകിസ്ഥാൻ. അത് മറികടന്ന് തന്നെ പോകും. അതോടൊപ്പം ഇൻഡസ് വാട്ടർ ട്രീറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബ്ലഡ് ആൻഡ് വാട്ടർ വിൽ നോട്ട് ഗോ ടുഗദർ എന്നിട്ടുള്ള നിലപാടിൽ ഇന്ത്യ അടിയുറച്ച് നിന്നു കഴിഞ്ഞാൽ, ഇതിനു മുമ്പുള്ള കിഷൻ ഗംഗ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അന്ന് അതിലേക്ക് പോയിരുന്നില്ല, അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയില്ല. പക്ഷെ ഇപ്പോഴാണ് അത് മരവിപ്പിക്കുന്നതിലേക്ക് ഇന്ത്യ പോയത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അങ്ങനെ ഇതുവരെ കൈക്കൊള്ളാത്ത ചില കാര്യങ്ങളിലേക്ക് ഇതിനോടകം തന്നെ പോയ പശ്ചാത്തലത്തിൽ ഇനി എന്ത് എന്നതാണ് ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇതുവരെ കാണാത്ത രീതിയിലേക്ക് ആകെ തിരിച്ചടി പോവുക എന്നത്.